നമസ്കാരം, ന്യൂ ന്യൂസിലേക്ക് സ്വാഗതം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ബീബി, വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം എന്നിവർ ചേർന്നാണ് ഫലവൃക്ഷ തൈകൾ നട്ടത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷബ്ന അൻവർ, അനിലാദേവി, AS നിസാം, പ്രധാന അധ്യാപകനായ രഞ്ജിത്ത്, PTA പ്രസിഡന്റ് ഹരീഷ്, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, രക്ഷിതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ വൃക്ഷത്തൈ നട്ട് അതിൻ്റെ ഉദ്ഘാടനം, നമ്മുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തുന്നത്. ഇപ്പം നമുക്കറിയാം, പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ പ്രകൃതിയെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശുദ്ധവായു, ശുദ്ധമായ ജലവും ഒക്കെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇതെല്ലാം ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഈ പ്രകൃതിയെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള മുമ്പോട്ടുള്ള കാലങ്ങളിലും നമുക്കിതെല്ലാം നമുക്ക് അവൈലബിളായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോ വീടിൻ്റെ മുൻപിൽ ഓരോ മരങ്ങൾ നടണം. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ലോകത്ത് എമ്പാടും വിവിധ പരിപാടികളോടുകൂടി ആചരിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്ന, മലീമസമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഭൂമുഖത്ത് ജീവിക്കുന്ന ഒറ്റ ജീവി മാത്രമാണ് മനുഷ്യൻ. വേറെ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരു ജീവജാലങ്ങളും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നില്ല, പ്രകൃതിയെ മലീമസമാക്കുന്നില്ല. പ്രകൃതിയെ നശിപ്പിക്കുന്നതും പ്രകൃതിയെ മലീമസമാക്കുന്നതും ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ലക്ഷം ജീവജാലങ്ങളിൽ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ കാർബൺ ബഹിസ്ഫുരണം ലോകത്തെമ്പാടും നടക്കുകയാണ്. യുദ്ധത്തിൻ്റെ പേരിൽ, ചെറുതും വലുതുമായ യുദ്ധങ്ങളുടെ പേരിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്നത് ടൺ കണക്കിന് വിഷവാതകങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ലോകത്തെയും ഈ പ്രപഞ്ചത്തെ ആകെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം, വായു, ഭൂമി. അപ്പോൾ ഇതെല്ലാം അവസാനിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം മനുഷ്യർക്ക് മനസ്സിലാകാനാണ് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ ലോകത്തെമ്പാടും സംഘടനകൾ, സ്കൂളുകൾ, പഞ്ചായത്തുകൾ, ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും ഈ ദിനം ആചരിക്കുകയാണ്. ഓരോ സഹജീവികളും എൻ്റെ കൂടപ്പിറപ്പാണ്. അതിനാൽ തന്നെ പരസ്പരം സഹവസിക്കുന്ന പ്രകൃതിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭാവിക്കായി, നമ്മുടെ കാലാവസ്ഥ സംരക്ഷണത്തിനായി, പരിസ്ഥിതിക്കും അത് ഉൾക്കൊള്ളുന്ന സമൂഹവും ഇനി മുതൽ ഏറ്റെടുക്കുന്ന എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങളിലും പരിസ്ഥിതിക്കും പ്രകൃതിക്കും നോവേൽക്കാതെ കാത്തുസൂക്ഷിക്കും. ജലം, മണ്ണ്, വായു എന്നിവ മലിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും പ്രകൃതി വിഭവങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കുകയും ചെയ്യും. തുടർന്ന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികൾ, ആശാവർക്കർമാർ, പൊതുജനങ്ങൾ, അങ്കണവാടി പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. ന്യൂ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത്, കുളത്തൂപ്പുഴ.